പ്രിയ വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 2ാമത്തെ ക്ലാസ്സിൽ ചില ചോദ്യങ്ങൾ തന്നിരുന്നു. ആ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: PQ = 8 സെൻറ്റിമീറ്റർ, QR = 6 സെൻറ്റിമീറ്റർ, ആംഗിൾ 2 40 ഡിഗ്രി. Then draw the triangle PQR and draw a triangle with the same area and with one side is PR. തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് ആദ്യം PQR വരയ്ക്കുക. അതിനുശേഷം PQRൻ്റെ അതേ ഏരിയയിൽ മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ഒരു സൈഡ് PR തന്നെ ആയിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നിരിക്കുന്ന ട്രയാങ്കിൾ PQR വരയ്ക്കാം. സ്കെയിൽ എടുത്തുകൊണ്ട് സ്കെയിൽ ആദ്യം PQ 7 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 7 സെൻറ്റിമീറ്റർ PQ കിട്ടിക്കഴിഞ്ഞു. അടുത്ത വശം QR ആണ്. QR വരയ്ക്കണമെങ്കിൽ കോൺ Q 40 ഡിഗ്രി കണ്ടെത്തണം. അതിനുവേണ്ടി പ്രൊട്രാക്ടർ എടുക്കുക. QR എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. QR എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്ററിൽ വരച്ചാൽ മതി. വരച്ച ശേഷം ഇനി മൂന്നാമത്തെ വശം വരയ്ക്കാൻ സാധിക്കും. സോ വി ഗോട്ട് ട്രയാങ്കിൾ PQR. ഈ PQRൻ്റെ അളവുകൾ കൂടി നമുക്ക് രേഖപ്പെടുത്തി എല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞ് ത്രികോണം PQR കിട്ടി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ ത്രികോണത്തിന് അതേ പരപ്പളവിൽ മറ്റൊരു ത്രികോണം, മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അതേ ഏരിയയിൽ മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. കണ്ടീഷൻ ഉള്ളത് ആ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് PR തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചതനുസരിച്ച് ഒരു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ പാദവും മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ട്രയാങ്കിൾസ് ഹാവിംഗ് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദി ബേസ് ഹാവിംഗ് സെയിം ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് PR അതാണല്ലോ മാറാതെ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത ഒരു സൈഡ് എന്ന് പറയുന്നത് PR ആണ്. അപ്പോൾ PR ബേസ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്കറിയാം PR ബേസ് ആണെങ്കിൽ അല്ലെങ്കിൽ PR പാദമാണെങ്കിൽ ഇതിൻ്റെ മൂന്നാം മൂല എന്ന് പറയുന്നത് Q ആണ്. Qയിൽ കൂടിയാണ് PRന് സമാന്തരമായി ഒരു വര വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമാന്തര വര വരയ്ക്കാൻ നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് സമാന്തര വരയ്ക്കുന്നതാണ് ഉചിതം. സ്കെയിൽ മാത്രം ഉപയോഗിച്ചാൽ വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് സമാന്തര വര വരയ്ക്കാൻ എങ്ങനെയെന്ന് പറഞ്ഞു തരാം. സെറ്റ് സ്ക്വയർ PRന് മുകളിൽ കൊണ്ടുവയ്ക്കുക. ഏതിന് സമാന്തരമായാണോ വര വരയ്ക്കേണ്ടത് ആ വരയുടെ മുകളിലാണ് ആദ്യം സെറ്റ് സ്ക്വയർ വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ സ്കെയിൽ കൊണ്ട് സെറ്റ് സ്ക്വയറിൻ്റെ ലംബമായിരിക്കുന്ന രണ്ടാമത്തെ വശത്ത് സെറ്റ് സ്ക്വയർ കൃത്യമായി വെക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സെറ്റ് സ്ക്വയർ നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡിന് മുകളിൽ വെക്കുക. ഏതിന് സമാന്തരമാണോ വരയ്ക്കേണ്ടത്, ഏതിന് പാരലായിട്ടാണോ വര വരയ്ക്കേണ്ടത് ആ ലൈനിന് മുകളിൽ വെക്കുക. സ്കെയിൽ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡിൽ കൃത്യമായി ഫിറ്റ് ആകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം സ്കെയിൽ മാറ്റാതെ സെറ്റ് സ്ക്വയറിനെ മുന്നോട്ട് ചലിപ്പിക്കുക. മൂന്നാം മൂലയിൽ എത്തുമ്പോൾ കൃത്യമായി സ്കെയിലിനോട് ചേർത്ത് തന്നെ വെക്കുക. മൂന്നാം മൂലയിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം സ്ക്വയറിനെ മുകളിലൂടെ കൃത്യമായി വര Qയിൽ കൂടി വരയ്ക്കുക. ഇപ്പോൾ PRന് സമാന്തരമായി ഒരു വര Qയിൽ കൂടി വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേ പാദമുള്ള മറ്റൊരു ത്രികോണം മൂന്നാം മൂലയിൽ വരുന്ന തരത്തിൽ വരയ്ക്കാം. ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് PQRൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അതിനുവേണ്ടി PRൻ്റെ രണ്ടറ്റങ്ങൾ നേരെ മുകളിലേക്ക് സമാന്തര വരയിലേക്ക് യോജിപ്പിക്കുക. രണ്ട് വരകൾ വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് പുതിയ ത്രികോണം കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ പരപ്പളവ് നേരത്തെ വരച്ച ത്രികോണത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. അതിൻ്റെ ഒരു വശം PR തന്നെയാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ട്രയാങ്കിൾ ABC, AB = 6 സെൻറ്റിമീറ്റർ, ആംഗിൾ A = 55 ഡിഗ്രി, ആംഗിൾ B = 60 ഡിഗ്രി. ഡ്രോ ട്രയാങ്കിൾ ABC. ഡ്രോ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് ദ സെയിം ഏരിയ. അതായത് ട്രയാങ്കിൾ ABCയിൽ AB 6 സെൻറ്റിമീറ്റർ ആണ്, ആംഗിൾ B 55 ആണ്, ആംഗിൾ A 55 ആണ്, ആംഗിൾ B 60 ഡിഗ്രിയാണ്. ആദ്യം ഈ അളവിൽ ഒരു ട്രയാങ്കിൾ ABC വരയ്ക്കുക. പിന്നീട് അതിൻ്റെ അതേ ഏരിയയിൽ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം വരയ്ക്കുക. അതിനുവേണ്ടി ആദ്യം തന്നിരിക്കുന്ന അളവിൽ ത്രികോണം ABC വരയ്ക്കാം. ത്രികോണം ABCയിൽ AB 6 സെൻറ്റിമീറ്റർ, AB 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ, ആദ്യം AB 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം.
ലൈൻ എ ബി വരച്ചു കഴിഞ്ഞു. ഇനി ആംഗിൾ 55 ഡിഗ്രി എടുത്ത് 55 ഡിഗ്രിയിൽ ആംഗിൾ വരയ്ക്കുന്നു. ആംഗിൾ ബി 60 ഡിഗ്രി. താഴത്തെ അളവാണ് എടുക്കേണ്ടത്. അങ്ങനെ ത്രികോണം എ ബി സി കിട്ടിക്കഴിഞ്ഞു. അളവുകളൊക്കെ രേഖപ്പെടുത്താം ഇവിടെ. ആംഗിൾ ബി 60 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി, ത്രികോണം എ ബി സി വരച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അതേ പരപ്പളവിൽ ഒരു സമപാർശ്വ ത്രികോണം ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എ ബി എന്ന സൈഡിനെ ബേസാക്കി വെച്ചുകൊണ്ട്, പാദമാക്കി വെച്ചുകൊണ്ട് മൂന്നാം മൂലയിൽ കൂടി ഒരു സമാന്തര വര വരയ്ക്കണം, പാരലൽ ലൈൻ. തേർഡ് വെർട്ടെക്സിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. നമുക്കറിയാം ഒരേ പാദവും മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ വരയിലുള്ള ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവായിരിക്കും. ഓക്കെ, ട്രയാങ്കിൾ ഈസ് ഹാവിംഗ് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് സെയിം ഏരിയ. ആ ഒരു റൂൾ, ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാരലൽ ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. പാരലൽ ലൈൻ വരയ്ക്കാൻ നമുക്ക് സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്യാം. ഇതിന് പാരലാണ് വരയ്ക്കേണ്ടത്. അതിന് മുകളിൽ കൊണ്ടുവെക്കുക, ഇതുപോലെ കൊണ്ടുവെക്കുക. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡ് ഉണ്ടാവും. ആ പെർപെൻഡിക്കുലർ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ വെക്കുക. കൃത്യമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വെക്കണം. സ്കെയിൽ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡിൽ, കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടതാണ്, സെറ്റ് സ്ക്വയറിൻ്റെ സൈഡിൽ വെക്കണം സ്കെയിൽ വെക്കുക. അതിനുശേഷം സെറ്റ് സ്ക്വയർ നേരെ മുകളിലേക്ക് ചലിപ്പിക്കുക. മൂന്നാം മൂല എത്തുമ്പോൾ നിർത്തുക. തേർഡ് വെർട്ടെക്സ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. സെറ്റ് സ്ക്വയർ കൃത്യമായി സ്കെയിലിൻ്റെ ചേർത്ത് തന്നെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് can draw parallel line. ഓക്കെ, ഇങ്ങനെയാണ് സമാന്തര വര വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കേണ്ടതുണ്ട്. ആ സമപാർശ്വ ത്രികോണത്തിൻ്റെ ഐസോസെലസ് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ആ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് നമുക്ക് എ ബി തന്നെ എടുത്താൽ മതി. തേർഡ് വെർട്ടെക്സ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. കാരണം ഐസോസെലസ് ട്രയാങ്കിൾ പ്രത്യേകം എന്താണ്? രണ്ട് സൈഡ് ഇതായിരിക്കണം, തുല്യമായിരിക്കണം. ടു സൈഡ്സ് ഷുഡ് ബി ഈക്വൽ ഫോർ an isosceles triangle. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്ത ശേഷം എ ബിയുടെ മധ്യലംബം കണ്ടുപിടിക്കുക. നമ്മൾ പഠിച്ചതാണ് എ ബിയുടെ മധ്യലംബം കാണുന്നത് എങ്ങനെയാണ്. ഓക്കെ, പകുതി കൂടെ എടുക്കുക. എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി മോർ ദാൻ ഹാഫ് കൂടെ എടുക്കുക. അതിനുശേഷം രണ്ട് ചാപങ്ങൾ മുകളിൽ താഴെയും വരയ്ക്കുക. മുകളിൽ താഴെയും രണ്ട് ചാപങ്ങൾ വരയ്ക്കുക. അതുപോലെ തന്നെ കോമ്പസിനി എന്ത് ചെയ്യുക, ഇപ്പുറത്ത് വെക്കുക. കൃത്യമായി വരുന്ന രീതിയിൽ മധ്യലം വരയ്ക്കാം. ആ മധ്യലം നോട്ട് സമാന്തര വരയിൽ കടന്നു പോകുന്ന തരത്തിൽ വരയ്ക്കാം. ഓക്കെ, ഇനി ബേബിയുടെ മധ്യലംബം വരച്ചു കഴിഞ്ഞു. ഇനി മധ്യലംബം നമ്മൾ സമാന്തര വരയിൽ മുട്ടുന്ന ആ ബിന്ദുവിൽ നിന്നും താഴേക്ക് നമുക്ക് വരകൾ വരച്ചാൽ നമുക്കവിടെ ത്രികോണം കിട്ടും. അതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure, ABCD is a rectangle. AB equal to 12 cm, BC equal to 8 cm. Then find the area of the shaded portion. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സെയിം ഫിഗർ ഞാൻ നേരെ വരച്ചിട്ടുണ്ട്, നോക്കാം. ഈ ഫിഗറിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്, ഒരു ബ്ലൂ കളർ. ഓക്കെ, ആ ട്രയാങ്കിളിൻ്റെ ബേസും റെക്ടാങ്കിളിൻ്റെ ബേസും ഒന്ന് തന്നെയാണ്. ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ് റെക്ടാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഇങ്ങനെ മൂവ് ചെയ്താൽ ഈ മൂവ് ചെയ്യുന്ന ട്രയാങ്കിളിനെല്ലാം സെയിം ഏരിയ ആയിരിക്കും അല്ലേ? ഓക്കെ, ബിക്കോസ് ദിസ് സൈഡ് ഈസ് പാരലൽ ടു ദ ബേസ്. ഇപ്പോൾ ട്രയാങ്കിൾ കിട്ടി, ഇതിൻ്റെ ഏരിയ തന്നെയായിരിക്കും തൊട്ടടുത്ത ട്രയാങ്കിൾ. ഈ മൂവ് ചെയ്യുന്ന കിട്ടുന്ന ട്രയാങ്കിൾസ് എല്ലാം ഒരേ ഏരിയ. ദിസ് ട്രയാങ്കിൾ ആൻഡ് മൂവിങ് having same area because they are having the same base and the third vertex is on a line parallel to the base. അങ്ങനെയാണെങ്കിൽ
ഈ triangle, when it reaches to the end point, it means the vertices or vertex of the rectangle, or the corner of the rectangle, this triangle also having the same area of that of the previous triangle. ഈ കിട്ടിയ ട്രയാങ്കിളിനും നേരത്തെ അതേ ഏരിയ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ത്രികോണത്തിന് പ്രത്യേകതയുള്ളത്, ഈ ത്രികോണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് പോർഷനാണ് ഇപ്പോൾ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഈ പാരലൽ ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ട്രയാങ്കിൾസിനെല്ലാം സെയിം ഏരിയ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനും അതേ ഏരിയ തന്നെ ആയിരിക്കും. അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് തന്നെ ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ദെൻ what about the area of the dark region or shaded region? That will be the area of the half the area of the rectangle. അതായത് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതി ആയതുകൊണ്ട് കറുത്ത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന, കറുത്ത കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ പോർഷൻ്റെ, ആ ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നതും ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയായിരിക്കും എന്ന് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യമായി നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 12 × 8 96 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതനുസരിച്ച് ഏരിയ ഓഫ് APD, ഇപ്പോഴത്തെ ഫിഗറിൽ നോക്കുക. APDയുടെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്, ഹാഫ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ABCD. ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ്. സോ ഹാഫ് ഇൻറ്റു 96, ദാറ്റ് ഈസ് 48. അപ്പോൾ ഇത് തന്നെ ആയിരിക്കുമല്ലോ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ. സോ ഏരിയ ഓഫ് ദ ഷെയ്ഡ് പോർഷൻ ഈസ് ഈക്വൽ ടു 48 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് 48 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇൻ ദ ഫിഗർ ABCD is a rectangle. AB equal to 8 centimeter and BC equal to 6 centimeter. Then what is the area of the rectangle ABCD? What is the area of the rectangle APQC and why? Find the length of AP. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഫിഗർ കളർഫുൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളും അതുപോലെ തന്നെ APQC എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ, രണ്ട് റെക്റ്റാങ്കിൾ നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഞാൻ സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ABCDക്ക് ബ്ലൂ കളറും APQCക്ക് റെഡ് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ABCDയുടെ ഏരിയ ആണ്. എല്ലാവർക്കും അറിയാം, റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ABCD? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഗിവൺ. ABCD എന്ന് പറഞ്ഞാൽ ചതുരത്തിൻ്റെ പരപ്പളവിലാണ്. നീളം വീതി അറിയാം, നീളം 8 സെൻറ്റിമീറ്റർ, വീതി 6 സെൻറ്റിമീറ്റർ. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 8 × 6. ഓക്കെ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD എന്ന് പറയുന്നത് 48 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനടുത്ത് APQCൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം APQC എന്ന റെക്റ്റാങ്കിളിനുള്ളിൽ വേറൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട്, അല്ലേ? ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നു. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം. അതറിയാമെങ്കിൽ നമുക്ക് ഈ APQC എന്ന റെക്റ്റാങ്കിൾ ഏരിയ കണ്ടെത്താൻ വളരെ ഈസിയാണ്. എന്താണ് ABCയുടെ ഏരിയ? എല്ലാവർക്കും അറിയാം, ABC എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ABCDയുടെ ഹാഫ് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫാണ്. ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫാണ് അതിൻ്റെ ഏരിയ. അപ്പോൾ നോക്കാം, ഏരിയ ഓഫ് ദ triangle ABC equal to half the area of the rectangle ABC. So substituting the values, what's the answer? Half into 48, that is 24 square centimeter. ഇപ്പോൾ നമുക്ക് ABC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ കാര്യം വ്യക്തമാണ്. ABC എന്ന ട്രയാങ്കിളും APQC എന്ന റെക്റ്റാങ്കിളിൻ്റെയും രണ്ടും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ABC എന്ന ട്രയാങ്കിളിൻ്റെയും APQCയുടെയും ബേസ് സെയിം ആണ്, AC ആണ്, അല്ലേ? മാത്രമല്ല ABC എന്ന ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് APQC എന്ന റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓക്കെ, അതായത് ABC എന്ന ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ബേസിൽ പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലാണെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ ബേസും
തേർഡ് വെർട്ടെക്സ് അല്ലെങ്കിൽ മൂന്നാം മൂല ബേസിന് സമാന്തരമായി ബേസിന് പാരലായിട്ടുള്ള ലൈനിലുള്ള ട്രയാങ്കിൾസിനെല്ലാം ഒരേ ഏരിയ ആയിരിക്കും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ തേർഡ് വെർട്ടെക്സ് ഞാൻ ഈ പാരലൽ ലൈനിൽ കൂടെ ഒന്ന് മൂവ് ചെയ്താൽ ഇതിനെല്ലാം ഈ കിട്ടുന്ന ട്രയാങ്കിൾസിനെല്ലാം ABC എന്ന ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് എത്തുമ്പോൾ ഇതൊരു റെക്റ്റാങ്കിളിൻ്റെ കോർണറിൽ അല്ലെങ്കിൽ വെർട്ടെക്സിൽ മൂവ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും എന്ന് പറയുന്നത് നേരത്തെ കണ്ട ആ ABCയുടെ ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഏരിയ എത്രയായിരിക്കും? 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ഈ ട്രയാങ്കിൾ ഇപ്പോൾ എന്തായി? നമ്മളെ APQC എന്ന റെക്റ്റാങ്കിളിൻ്റെ ഹാഫാണ് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ APQC എന്ന റെക്റ്റാങ്കിൾ ഏരിയയുടെ ഹാഫായി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇരട്ടി ആയിരിക്കും, അതായത് ട്വൈസ് ആയിരിക്കും APQC എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് മറ്റൊരർത്ഥം പറഞ്ഞാൽ നേരത്തെ കണ്ട ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ തന്നെയായിരിക്കും APQC എന്ന റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആ സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റെപ്പ് എഴുതി ഇതാണ് റീസൺ എന്ന് പറയുന്നത്. സിൻസ് ദ triangle ABC and rectangle APQC have same base and third vertex of triangle ABC is on the opposite side of the rectangle, area of ABC will be half the area of the rectangle APQC. So area of rectangle APQC equal to base of 24, that is 2 into 24, that is 48 square centimeter. Okay, now the next question is find the length of AP. AP ഇവിടെ AP എന്ന് പറയുന്നത് രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ വീതിയാണ്. അപ്പോൾ അതിൻ്റെ നീളം അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വീതി കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞു. APQCൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ചതുരത്തിൻ്റെ നീളം കൂടി കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ വീതി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നീളം എന്ന് പറയുന്നത് PQ ആണ്. PQ എന്ന് പറയുന്നത് AC എന്ന് പറയുന്ന ലെങ്ത് ഈക്വലാണ്. പഴയ ചതുരത്തിൻ്റെ AC എന്ന് പറയുന്ന വികരണത്തിന് ഈക്വലാണ്, തുല്യമാണ് PQ എന്ന് പറയുന്ന വശം. അപ്പോൾ ആദ്യം AC കണ്ടുപിടിക്കാം. AC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോണം ABC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് AC കിട്ടും. ABC is a right triangle. So what is AC? AB square plus BC square. Substitute ചെയ്യുമ്പോൾ you get root of 8 square plus 6 square equal to 64 plus 36, that is root of 100 equal to 10. അപ്പോൾ AC എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AC 10 ആകുമ്പോൾ PQ എന്ന് പറയുന്നത് 10 തന്നെയാണ്. അതായത് APQC എന്ന ചതുരത്തിൻ്റെ വശങ്ങൾ തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ആർ ഈക്വൽ. സോ PQ ഈക്വൽ ടു AC, that is equal to 10 cm. അപ്പോൾ APQC എന്ന റെക്ടാങ്കിളിൻ്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു 10 cm. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് കണക്ട് ചെയ്താൽ ലെങ്ത് ടു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ നമുക്ക് ലെങ്ത് അറിയാം 10 cm. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ ഏരിയയെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. ഓക്കെ, സോ വാട്ട് ഇസ് AP ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്നത് 48 ആണ്. 48 ഡിവൈഡ് ബൈ 10. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 cm. അതാണ് AP. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Draw the triangle shown below in your notebook. Draw triangles ADP, BCQ and CAR of the same area with the measurements given below. 3 മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ BAP equal to 90, ആംഗിൾ BCQ equal to 60 and ആംഗിൾ ACR equal to 30. തന്നിരിക്കുന്ന ഈ 3 മെഷർമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് 3 ട്രയാങ്കിൾസ് തന്നിരിക്കുന്ന ഈ ട്രയാങ്കിൾസിൻ്റെ അതേ ഏരിയയിൽ നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിൾസ് ആദ്യമായി ട്രയാങ്കിൾ ABC വരയ്ക്കണം. അതിനുശേഷം ഇതിൻ്റെ അതേ ഏരിയയിൽ 3 ട്രയാങ്കിൾസ് വരയ്ക്കണം. ഒന്ന് ട്രയാങ്കിൾ ABP, രണ്ടാമത്തെ ട്രയാങ്കിൾ BCQ, മൂന്നാമത്തെ ട്രയാങ്കിൾ CAR. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടത്. ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ ഒരു കണ്ടീഷൻ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണം, ABP എന്ന ത്രികോണം വരയ്ക്കണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 അളവുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നാമത്തെ അളവാണ്. അതായത് ഒന്നാമത്തെ കണ്ടീഷനാണ് ആംഗിൾ BAP ഈക്വൽ ടു 90 എന്ന് പറയുന്ന കണ്ടീഷനാണ് ഉപയോഗിക്കേണ്ടത്. നോക്കിയാൽ മനസ്സിലാവും. ബാക്കി 2 അളവുകളും ഈ ത്രികോണത്തിനുള്ള അളവല്ല.
ഒന്ന് ബി സി ക്യൂവും മറ്റത് എ സി ആർ. അപ്പോൾ ഒന്നാമത്തെ ത്രികോണം എ ബി പി വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ബി എ പി = 90 ആണ്. ഈ രണ്ടാമത്തെ ത്രികോണം വരയ്ക്കാൻ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ബി സി ക്യൂ ആണ്. അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തെ കണ്ടീഷനാണ്, രണ്ടാമത്തെ അളവാണ്. അതായത് ആംഗിൾ ബി സി ക്യൂ = 60 എന്നറിയപ്പെടുന്ന എന്ന് പറയുന്ന അളവ്. അവിടെ 1, 3 നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ത്രികോണം സി എ ആർ ആണ്. സി എ ആർ വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് മൂന്നാമത്തെ അളവാണ്, അതായത് എ സി ആർ = 30 എന്ന് പറയുന്ന അളവ്. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 3 ട്രയാങ്കിൾസും വരയ്ക്കേണ്ടത്. ഇനി എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യമായി തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കാം. ഇവിടെ വരയ്ക്കേണ്ട ത്രികോണം എ ബി സി ആണ്. എ ബി 7 സെൻറ്റിമീറ്ററിൽ വരയ്ക്കണം. അതിനുവേണ്ടി സ്കെയിലെടുത്ത് സ്കെയിലിൽ 7 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എ ബി വരച്ചു. ഇനി ആംഗിൾ എ 60 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി വരയ്ക്കണം. എ സി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ എ സി വരയ്ക്കുന്നു 60 ഡിഗ്രിയിൽ. ത്രികോണം എ ബി സി കിട്ടിക്കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ത്രികോണം, ഒന്നാമത്തെ ട്രയാങ്കിൾ വരയ്ക്കാം. ഒന്നാമത്തെ ട്രയാങ്കിൾ എ ബി പി ആണ്. എ ബി പി വരയ്ക്കണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ആംഗിൾ ബി എ പി 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി എ പി 90 വരണമെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ എ ബിക്ക് യാതൊരു മാറ്റവും വരാൻ പാടില്ല. കാരണം ബി എ എന്ന് പറയുന്ന വശം ബി എ പി 90 വരണമെങ്കിൽ എ ബിക്ക് മാറ്റം വരുത്താതെ തന്നെ അതിൻ്റെ മൂന്നാം മൂലയിൽ കൂടി, തേർഡ് വശത്തിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. പാരലൽ വരയ്ക്കുന്നതിന് പറഞ്ഞു തന്നു. സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എ ബി വെക്കുക. സെറ്റ് സ്ക്വയർ സാവധാനം ചലിച്ചുകൊണ്ട് മൂന്നാം മൂല സിയിലെത്തുമ്പോൾ സെറ്റ് സ്ക്വയർ നിർത്തുക. സമാന്തരമായി വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എ ബിക്ക് സമാന്തരമായി മൂന്നാം മൂലയിൽ കൂടി ഒരു സമാന്തര വര വരച്ചു. ഇനി നമുക്ക് കണ്ടീഷൻ ഇവിടെ ബി എ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ബി എ പി 90 ഡിഗ്രി വരുന്ന ത്രികോണമാണ് വരയ്ക്കേണ്ടത് അതിൻ്റെ അതേ ഏരിയയിൽ. അപ്പോൾ സെറ്റ് സ്ക്വയർ വിധി ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയർ എടുത്തുകൊണ്ട് ഇവിടെ നമുക്കറിയാം 90 ഡിഗ്രി കിട്ടാൻ വേണ്ടിയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചത്. മൂന്നാം മൂലയിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടുന്ന് താഴേക്ക് ബിയിലേക്ക് ഒരു വര വരച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ത്രികോണം ആയി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ബി എ പി എന്ന ത്രികോണം കിട്ടി 90 ഡിഗ്രി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ത്രികോണം. ഓക്കെ, ഈ രണ്ടാമത്തെ ത്രികോണം എന്ന് പറയുന്നത് ബി സി ക്യു ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ത്രികോണം വരയ്ക്കാം. രണ്ടാമത്തെ ത്രികോണം എന്ന് പറയുന്നത് ബി സി ക്യു ആണ്. ഇത് വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട കണ്ടീഷൻ തന്നിരിക്കുന്ന അളവുകളിൽ രണ്ടാമത്തെ അളവാണ് ആംഗിൾ ബി സി ക്യു = 60 ഡിഗ്രി. അപ്പോൾ ബി സി ക്യു എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി കിട്ടുന്ന ഒരു ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഇതേ ഏരിയയിൽ തന്നെ വരയ്ക്കണം. ബി സി എന്ന ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിൽ ബി സി ക്യു വരയ്ക്കണം. അപ്പോൾ ആംഗിൾ ബി സി ക്യു 60 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ ഈ എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ ബി സി ബേസ് ആക്കി വെച്ചുകൊണ്ട് എയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. തേർഡ് വെർട്ടെക്സ് ഇവിടെ എ ആണ്. കാരണം ബി സി എന്ന് പറയുന്ന സൈഡ് മാറ്റരുത്. കാരണം ആംഗിൾ ബി സി ക്യു 60 കിട്ടണമെങ്കിൽ ബി സി എന്ന സൈഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ബി സിക്ക് പാരലായി എയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അതിനുവേണ്ടി സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ ബി സിക്ക് മുകളിൽ വെക്കുക. ബി സിക്ക് പാരലായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ബി സിയുടെ മുകളിൽ വെക്കുക. അതിനുശേഷം സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തുകൊണ്ട് സ്കെയിലിനെ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡിൽ ഇതുപോലെ പിടിപ്പിക്കുക. സെറ്റ് സ്ക്വയർ സാവകാശം മുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് 7 അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. യെസ്, ഇനി നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ ബി സിക്ക് പാരലായി എയിൽ കൂടി ലൈൻ വരച്ചു. ഇനി നമുക്ക് കണ്ടീഷൻ യൂസ് ചെയ്യാം. ആംഗിൾ ബി സി ക്യു 60 ആണ്. സോ ബി സി ഇസ് ദയർ. ബി സി ഇവിടെ ഉണ്ട്. ഇനി ക്യു എന്ന് പറയുന്ന പോയിന്റ് ഈ പാരലൽ ലൈനിൽ വരച്ചാൽ മതി 60 ഡിഗ്രി. പ്രൊട്രാക്ട് എടുക്കുക. പ്രൊട്രാക്ട് തിരിച്ചു പിടിക്കുക. പ്രൊട്രാക്ട് നേരെ സിയിൽ വെക്കുക. കാരണം ബി സി ക്യു ആണ് കണ്ടത്. ആംഗിൾ സി ആണ്. സി വെച്ചുകൊണ്ട് തേർഡ് വെർട്ടെക്സ് എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യുക. ഒരു വശം കൂടി
കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ നമുക്ക് പി എന്ന് പറയുന്ന ബി സി പി ആണ്. ബി സി പി 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ചിത്രവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ത്രികോണമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കേണ്ട മൂന്നാമത്തെ ത്രികോണം CAR ആണ്. CAR എന്ന ത്രികോണം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ACR = 30 ഡിഗ്രിയാണ്. ACR 30 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ട സൈഡ് എന്ന് പറയുന്നത് AC ആണ്. തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് B ആണ്. ബിയിൽ കൂടി AC പാരലായിട്ട് ലൈൻ വരയ്ക്കണം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയർ വരെ AC മുകളിൽ വെക്കുക. കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അവകാശം ചലിപ്പിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയർ ബിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. പാരലൽ വരയ്ക്കുക. പാരലൽ വരച്ചു. ഇനി നമുക്ക് വേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ACR 30 ഡിഗ്രിയാണ്. AC ഇനി R കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. R എന്ന് പറയുന്ന ആ പോയിന്റ് ഇപ്പോൾ വരച്ച പാരലൽ ലൈനിലാണ്. അത് 30 ഡിഗ്രി വരുന്ന രീതിയിൽ ഇതുപോലെ സീൽ വെക്കുക. അപ്പോൾ ഇവിടുന്ന് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, താഴെയുള്ള അളവാണ് എടുക്കേണ്ടത്, മുകളിലുള്ള അളവാണ് എടുക്കേണ്ടത്. 30 ഡിഗ്രി ഇവിടെയാണ്. ഓക്കെ, 30 ഡിഗ്രി നീട്ടി വരയ്ക്കുക. അപ്പോൾ മറ്റേ സമാന്തര വര നമുക്ക് കുറച്ചുകൂടി നീട്ടേണ്ടതുണ്ട്. സമാന്തര വര ഞാൻ ഇവിടുന്ന് കുറച്ചുകൂടി നീട്ടുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമ്മൾ R എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിൽ നിന്നും എയിലേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ CAR എന്ന് പറയുന്ന CAR എന്തോന്ന് തന്നെയാണ് CAR എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഇങ്ങനെ 3 ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടിയിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് വരച്ച് നോക്കുക എല്ലാവരും. ഓക്കെ.